പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മക്കളെ നിങ്ങൾ ചിലർക്കെങ്കിലും പരിചയമുണ്ടാവും. ഇവരുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ അൻസാരി സൂരി ഉസ്താദിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പലരുമുണ്ട്. വർഗീയവാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരുണ്ട്. അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തെ പോലും അസഭ്യ വർഷങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇവരോടൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളീ കാണിക്കുന്ന ഊർജ്ജവും നിങ്ങളീ കാണിക്കുന്ന ആവേശവുമൊക്കെ നിങ്ങൾക്കിടയിലുള്ള സാധാരണ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എത്രയോ മുമ്പേ നന്നായി പോയേനെ. അദ്ദേഹം തെറ്റുകൾക്കെതിരെ ഇനിയും പ്രതികരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അത്താണിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന നന്മയുടെ ഒരു അംശം പോലും നിങ്ങളുടെ ഉള്ളിലൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു മൊബൈലും ഓണാക്കിയിട്ട് എന്ത് തോന്നിയാസവും ആരെയും പറയാവുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഏതായിരുന്നാലും നിങ്ങൾ ഈ ഉയർത്തുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഈ നന്മയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അനീതിക്കെതിരെ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും. അദ്ദേഹത്തെ അങ്ങനെ തകർക്കാമെന്നുള്ള വ്യാമോഹമുള്ളവരൊക്കെ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മക്കളെ നിങ്ങൾ ചിലർക്കെങ്കിലും പരിചയമുണ്ടാവും. ഇവരുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് അപ്പോൾ തന്നെ നിങ്ങളോട് ആ വിഷമം പങ്കുവച്ചു. അൽഹംദുലില്ലാ, വളരെ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി തന്ന നിങ്ങളുടെ അധ്വാനത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രവാസി അൽഹംദുലില്ലാ, ഞാൻ ഈ മക്കളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ പലർക്കും പല അഭിപ്രായമുണ്ട്. നിങ്ങളുടെ പണമാണ്, ഇതൊരു പേപ്പറിൽ പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ കൊടുക്കാം. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനല്ലേ ഇത് നിങ്ങൾ അറിയണം. നിങ്ങളെല്ലാവരും ഇത്തരം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്കൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതുപോലത്തെ ഒരുപാട് മനുഷ്യരുണ്ടോ? നമ്മൾ സന്തോഷമായി സുഭിക്ഷമായി ആഹാരം കഴിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്നതും നമ്മൾ ജീവിക്കുന്ന ആ സന്തോഷമൊന്നും കിനാവ് കാണാൻ കഴിയാത്ത 1000 മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് യാതൊരു അടയാളം. എല്ലാവരും ചേർന്ന് നിന്നപ്പം പലരുടെയും മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരട്ടെ. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ആപത്ത് മുസീബത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ അവിടുന്ന് അതിജീവിക്കാനുള്ള വഴി അല്ലാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കി തരട്ടെ. ഇതൊക്കെ കൊണ്ട് കിട്ടുന്ന നേട്ടവും ഗുണവും അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും കിട്ടാനില്ല. ആർക്കും പേരെടുക്കാനുമല്ല, ആർക്കും ആളാവാനുമല്ല. ഇതൊന്നും കൊണ്ട് ഒരു പേരെടുക്കലും ആളെടുക്കലൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അദ്ദേഹം ഉണ്ടാവുള്ളൂ എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇനിയും ഇതുപോലെ നമ്മുടെ നിർധനരായ ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, കുന്നോളമൊന്നും കൊടുക്കണ്ട.